Hello future doctors, it's me Dr. Bilal. Welcome back. മക്കളെ, നമ്മുടെ നീറ്റ് സീരീസിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന നിങ്ങളുടെ നീറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ, നോട്ട് ഫ്രം സോളജി, ഫ്രം ദ എൻറ്റയർ ബയോളജി, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് ജെനറ്റിക്സ് അല്ലെ. ആ ജെനറ്റിക്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ആയിട്ടുള്ള മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. സോ നന്നായി ശ്രദ്ധിച്ചോ, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്ത് പഠിച്ചു പോകാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഇതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ എന്താ പഠിക്കുന്നത്? ന്യൂക്ലിയോടൈഡിന്റെയും ന്യൂക്ലിയോസൈഡിന്റെയും സ്ട്രക്ചർ ആണ് അല്ലെ. സോ വാട്ട് ഈസ് എ ന്യൂക്ലിയോസൈഡ്? വാട്ട് ഈസ് എ ന്യൂക്ലിയോടൈഡ്? ആദ്യം നമുക്കൊരു ന്യൂക്ലിയോടൈഡ് എന്താണെന്ന് നോക്കാം. നോക്കൂ, ഇത്രയും ഭാഗമാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ന്യൂക്ലിയോടൈഡിനകത്ത് നമ്മൾ എന്തൊക്കെ കാണാം? വി ക്യാൻ സി എ പെൻഡോസ് ഷുഗർ, വി ക്യാൻ സി എ നൈട്രജൻ ബേസ് ആൻഡ് വി ക്യാൻ സി എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പെൻഡോസ് ഷുഗറിന്റെ എത്രാമത്തെ കാർബണിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക? 5th കാർബണിലേക്കാണ് അല്ലെ. നൈട്രജൻ ബേസ് എത്രാമത്തെ കാർബണിലേക്ക്? 1st കാർബൺ. ഈ ബോണ്ടിന്റെ പേരെന്താ മക്കളെ? ദിസ് ബോണ്ട് ഈസ് കോൾഡ് എൻ ഗ്ലൈക്കോസിലിക് ബോണ്ട്. എന്താണ്? എൻ ഗ്ലൈക്കോസിലിക് ബോണ്ട്. ആൻഡ് ദിസ് ബോണ്ട് ഈസ് കോൾഡ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. എന്താണ്? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം, നൈട്രജൻ ബേസസ് പ്യൂരിൻസ് ഉണ്ട്, പിരിമിഡിൻസ് ഉണ്ട്, അറിയാലോ. ഇനി പെൻഡോസ് ഷുഗർ 2 ടൈപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് റൈബോസ് ആൻഡ് ഡിയോക്സി റൈബോസ്. ഇയാള് പ്യൂരിൻസ് ഉണ്ട്, പിരിമിഡിൻസ് ഉണ്ട് അല്ലെ. പിരിമിഡിൻസ് ആണ് സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ അല്ലെ. ദെൻ പ്യൂരിൻസ് ആണ് അഡിനിനും ഗുവാനിനും. യു നോ ഓൾ ദോസ് തിങ്സ്. അപ്പൊ അത് ബേസ് ചെയ്ത് ചോദ്യം വരാറുണ്ട്, അവിടുന്ന് ക്വസ്റ്റ്യൻ അതേപോലെ വരാറുണ്ട്. അത് നമ്മൾ +1 ബയോമോളിക്യൂൾസിൽ കുറച്ചുകൂടെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ദാറ്റ്സ് ഇറ്റ്. പോട്ടെ. ഇനി വാട്ട് ഈസ് എ ന്യൂക്ലിക് ആസിഡ്? ന്യൂക്ലിയോടൈഡിന്റെ പോളിമറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കുക. ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് അല്ലെ. നോക്കൂ, ന്യൂക്ലിയോടൈഡുകളെ എന്ത് ബോണ്ട് വഴിയാണ് പരസ്പരം ബന്ധിക്കുന്നത്? ഇത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്, അടുത്ത ന്യൂക്ലിയോടൈഡ് ഇതാ, അടുത്ത ന്യൂക്ലിയോടൈഡ് ഇതാ. ഇവരെ കണക്ട് ചെയ്യുന്ന ഈ ബോണ്ട് ഉണ്ടല്ലോ, ഈ ബോണ്ടിനെ നമ്മൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുക. ജസ്റ്റ് ഇതൊരു ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ ഇതും കൂടെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ബോണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലല്ല നമ്മൾ പേരിടുക. അതായത് ഇതിനെ മാത്രമായിട്ടല്ല ഒരു ബോണ്ടായിട്ട് കൺസിഡർ ചെയ്യുക, ഇതിനെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു ബോണ്ടായിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് ദാറ്റ് ബോണ്ട് ഈസ് കോൾഡ് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് അല്ലെ മക്കളെ. ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്നാണ് നമ്മൾ ഈ ബോണ്ടിനെ വിളിക്കുക. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാം. ഇനി നമ്മളൊരു ന്യൂക്ലിയോടൈഡ് ചെയിൻ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിക് ആസിഡ് ചെയിൻ, അത് DNA ആവും RNA ആവും, ഹൂവർ ബീറ്റ്, അതെടുത്താൽ അതിന്റെ ഒരു എൻഡിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഒരു 3ാമത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്ത ഓക്സിജനെയാണ് കാണാൻ പറ്റുക. ആൻഡ് ദാറ്റ് എൻഡ് ഈസ് കോൾഡ് 3' എൻഡ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് 3' എൻഡ് അല്ലെങ്കിൽ 3' എൻഡ്. ഒരു എൻഡിൽ നമ്മൾ കാണുക 5ാമത്തെ കാർബണിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതാണ്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? 5' എൻഡ് എന്നാ വിളിക്കുക അല്ലെ. ഓർ അപ്സ്ട്രീം എന്ന് പറയും. ഇതിനെ അപ്സ്ട്രീം എന്നും ഇതിനെ ഡൗൺ സ്ട്രീം എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി DNA ഓർ RNA രണ്ടും ഒന്നുകിൽ സിംഗിൾ സ്ട്രാൻഡഡ് ആവാം അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് ആകാം. എന്നാൽ സിംഗിൾ സ്ട്രാൻഡഡ് DNA നമ്മൾ വൈറസിൽ മാത്രമാണ് കാണുക. ബാക്കി എല്ലാ ജീവികളിലും DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. RNA DNA ഡബിൾ ആവാം അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡഡ് ആവാം. ഇതൊരു സിംഗിൾ സ്ട്രാൻഡഡ് ചെയിൻ ആണ് അല്ലെ. വാട്ട് എവർ ബീറ്റ്. ബട്ട് ഗൈസ് ലുക്ക്, വൈറസുകളിൽ മാത്രമാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA കാണുക. ലോകത്ത് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടോ ചോദിച്ചുണ്ട്, ബട്ട് ഇറ്റ് ഈസ് സീൻ ഓൺലി ഇൻ വൈറസസ് അല്ലെ. അതേപോലെ RNA സാധാരണ സിംഗിൾ സ്റ്റാൻഡേർഡ് ഉണ്ടാവുക. വൈറസുകളിൽ മാത്രം നിങ്ങൾക്ക് എന്ത് കാണാം? ഡബിൾ സ്റ്റാൻഡേർഡ് RNA കാണാം. RNA ഡബിൾ സ്റ്റാൻഡേർഡ് ആവുമെന്ന് വെച്ചാൽ ആവാം, പക്ഷെ നമ്മൾ സാധാരണ കാണുക വൈറസിലാണ്. സോ ബട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഓൺലി പ്രസന്റ് ഇൻ സം വൈറസസ്. അതും ചില വൈറസുകളിൽ മാത്രം, ഇൻ ഫ്യൂ വൈറസസ്, ചില വൈറസുകളിൽ മാത്രമാണ് നമ്മളിത് കാണുക. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ദാറ്റ്സ് ഇറ്റ്. So guys, look, the 3'5' phosphodiester linkage inside a polynucleotide, അതായത് ന്യൂക്ലിക് ആസിഡ് ചെയിൻ ജോയിൻ. എന്താണ് കുട്ടികളെ 3'5' ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ഈ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നത്, നോക്കൂ, ഒരു പെൻഡോസ് ഷുഗറിന്റെ, ഇത് 3ാമത്തെ കാർബൺ ആണ്, 1st കാർബൺ, 2nd കാർബൺ, 3rd, ഇത് 3ാമത്തെ കാർബൺ. 3ാമത്തെ കാർബണിന്റെയും അടുത്ത പെൻഡോസ് ഷുഗറിന്റെ 5ാമത്തെ കാർബണിന്റെയും ഇടയിലാണ്. അതുകൊണ്ടാണ് 3'5' ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി അത് ആരെയാ ജോയിൻ ചെയ്യുന്നത് കുട്ടികളെ? 1 ന്യൂക്ലിയോടൈഡ് വിത്ത് അനദർ ന്യൂക്ലിയോടൈഡ് അല്ലെ. 2 ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത കുട്ടികളെ, പ്യൂരിൻസ് ഫൗണ്ട് ബോത്ത് ഇൻ DNA ആൻഡ് RNA ആർ. പ്യൂരിൻസ് DNAയിലും RNAയിലും നമ്മൾ കാണുന്ന പ്യൂരിൻസ് ഏതാ? അഡിനിനും ഗുവാനിനും രണ്ടിലും കാണും അല്ലെ. എന്നാൽ പിരിമിഡിനെ നോക്കൂ, പിരിമിഡിൻസ് നമ്മൾ എടുത്താൽ തൈമിൻ ഓൺലി പ്രസന്റ് ഇൻ DNA. തൈമിൻ DNAയിൽ മാത്രമേ കാണുള്ളൂ, യുറാസിൽ ഓൺലി പ്രസന്റ് ഇൻ RNA അല്ലെ. കാരണം തൈമിൻ ഒരിക്കലും റൈബോസിലേക്ക് അറ്റാച്ച് ചെയ്യൂല. RNAയിലുള്ള പെൻഡോസ് ഷുഗർ റൈബോസ് ആണ്, യു നോ ദാറ്റ്. അതുപോലെ യുറാസിൽ DNA ഉണ്ടാവില്ല. കാരണം എന്താ? യുറാസിൽ ഒരിക്കലും ഡിയോക്സി റൈബോസിലേക്ക് അറ്റാച്ച് ചെയ്യൂല. ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ്. ഇനി നമ്മൾ വിശദമായിട്ട് DNA കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങളോട് ഒരു എന്താ പറയുക, ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആയിട്ട്, അതായത് സിംപ്ലി ഇതാര് എന്നൊക്കെയുള്ള രീതിയിൽ ആര് കണ്ടുപിടിച്ചു, ആരാണ് ആദ്യം കണ്ടത് എന്നൊക്കെയുള്ള ചോദ്യം വന്നേക്കാം. എന്താണ്? DNA ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് ഫ്രീഡ്രിച്ച് മീസ്ചർ ആണ്.
അദ്ദേഹം അതിനെ വിളിച്ച പേര് ന്യൂക്ലിയൻ എന്നായിരുന്നു. ന്യൂക്ലിയസിൽ എന്തോ ഒരു അസിഡിക് സബ്സ്റ്റൻസ് ഉണ്ട് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത് 1869. എന്നാൽ ആ ന്യൂക്ലിയൻ, നമ്മുടെ മീസ്റ്റർ 1869 എന്തോ ഒരു അസിഡിക് സബ്സ്റ്റൻസ് ഉണ്ടെന്ന് കണ്ടെത്തിയല്ലോ. ആ ന്യൂക്ലിയൻ യഥാർത്ഥത്തിൽ അതിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവുന്നത് 1953 വാട്സണും ക്രിക്കും പറഞ്ഞു തന്നപ്പോഴാണ്. ദാറ്റ് ഈസ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. വാട്സണും ക്രിക്കും എന്തൊക്കെ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു സ്ട്രക്ചർ പറഞ്ഞത്? ഒന്ന്, എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ, അല്ലെ, DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ നമുക്ക് തന്നതാരാ? മോറിസ് വിൽക്കിൻസും അതുപോലെ തന്നെ റോസാലിൻഡ് ഫ്രാങ്ക്ലിനും, അല്ലെ, വിൽക്കിൻസും ഫ്രാങ്ക്ലിനും കൂടെ ഉണ്ടാക്കിയ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ അടുത്തൊരു കാര്യം എന്തായിരുന്നു? ചർഗാഫ് റൂൾ, അല്ലെ, ചർഗാഫ് റൂളിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. സോ വാട്ട് ഈസ് ദിസ് ചർഗാഫ് റൂൾ? ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA എടുത്താൽ, ചർഗാഫ് റൂൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNAക്ക് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. ഇഫ് യു ടേക്ക് എ ഡബിൾ സ്റ്റാൻഡേർഡ് DNA, ടോട്ടൽ നമ്പർ ഓഫ് പ്യൂരിൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പിരിമിഡിൻസ്, ടോട്ടൽ നമ്പർ ഓഫ് പ്യൂരിൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പിരിമിഡിൻസ് ഈക്വൽ ടു 1. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഇത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും, അല്ലെ. സോ അക്കോർഡിംഗ് ടു ചർഗാഫ് റൂൾ വിച്ച് ഈസ് കറക്റ്റ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. നോക്കൂ, A+G/C+T 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? A+G ഈക്വൽ ടു C+T, അല്ലെ. A+G ഈക്വൽ ടു T+C. A+G ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പ്യൂരിൻസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പിരിമിഡിൻ. ക്ലിയർ ആണല്ലോ കുട്ടികളെ? അപ്പോ സി കറക്റ്റ് ആണ്. സി ആണ് നമ്മുടെ കറക്റ്റ്. ക്ലിയർ അല്ലേ? ഇനി ചർഗാഫ് റൂളിനെ നമുക്ക് മറ്റൊരു രീതിയിലൂടെ പറയാട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് അഡിനിൻ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് തൈമിൻ. അപ്പോൾ അഡിനിൻ ബൈ തൈമിന് 1 ആയിരിക്കും വരിക. ഗ്വാനിൻ ബൈ സൈറ്റോസിനും എന്താ വരിക? 1 ആണ് വരിക കേട്ടോ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് പറയാം. ഇനി ഇവിടെ ഒരു ചോദ്യം നോക്ക്. ഇൻ എ സീ അർച്ചിൻ DNA വിച്ച് ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്, 17% ബേസ് സൈറ്റോസിൻ ആണ്. എടാ, നമ്മൾ പറഞ്ഞു C/G1 അല്ലെങ്കിൽ G/C1 പറഞ്ഞില്ല. അപ്പൊ എത്ര G ഉണ്ടോ അത്ര തന്നെ C DNA ഉണ്ടാവും, എത്ര A ഉണ്ടോ അത്ര തന്നെ T ഉണ്ടാവും. അതുകൊണ്ടാണ് A/T1 വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു സി അർച്ചിൻ DNA 17% സൈറ്റോസിൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സൈറ്റോസിൻ 17% ഉണ്ടെങ്കിൽ, സൈറ്റോസിൻ 17% ഉണ്ടെങ്കിൽ അത്ര തന്നെ എണ്ണം, അത്ര തന്നെ ആരുണ്ടാവും? ഗ്വാനിൻ ഉണ്ടാവും. അപ്പൊ 17% തന്നെ ആരുണ്ടാവും? ഗ്വാനിൻ ഉണ്ടാവും. സെറ്റ് ആണല്ലോ? അവിടുന്ന് മനസ്സിലായി. നമ്മൾ ചർഗാഫ് റൂളുമായി ബന്ധപ്പെട്ട് പഠിച്ചെടുത്തുനിന്ന് നമുക്ക് മനസ്സിലായി, അല്ലെ. ഇനി അപ്പൊ ടോട്ടൽ എത്രയായി? 17 എത്രയായി? 34%. ഇനി ബാക്കി 66 ആണ് ബാക്കിയുള്ളത്. ആ 66-ലെ നമ്മൾ പകുതി ആക്കണം. അതിലെ 33% ആരായിരിക്കും കുട്ടികളെ? തൈമിൻ ആയിരിക്കും. 33% ആരായിരിക്കും? അഡിനിൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? കാരണം എന്താ? A/T എന്താണ്? 1 ആണ്. A/T ഓൾസോ ഈക്വൽ ടു 1 ആണ്. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചോദ്യം നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ആണ് അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം 2 ന്യൂക്ലിക് ആസിഡ് ചെയിൻ ഉണ്ട്. ഒന്നിന്റെ പൊളാരിറ്റി ഇങ്ങനെയാണെങ്കിൽ അടുത്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ആന്റി പാരലൽ ആയിരിക്കും, അല്ലെ. ദെൻ ലുക്ക്, നൈട്രജൻ ബേസുകൾ ഉള്ളിലേക്ക് നിൽക്കും, അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. നോക്കൂ, അഡിനിന്റെയും തൈമിന്റെയും ഇടയിൽ 2 ഹൈഡ്രജൻ ബോണ്ടാണ് കാണുകയെങ്കിൽ ഗുവാനിന്റെയും സൈറ്റോസിന്റെയും ഇടയിൽ എത്ര കാണാം? 3 ഹൈഡ്രജൻ ബോണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെ. ഇനി ഇവരിങ്ങനെ ഒരു ഡബിൾ ഹെലിക്സ് രൂപത്തിലാണ്. ആൻഡ് ഹെലിക്സ് ഈസ് ആക്ച്വലി റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്, അല്ലെ. റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. ഈ ഹെലിക്സിന്റെ പിച്ച് എന്ന് പറയുന്നത്, പിച്ച് ഓഫ് ഹെലിക്സ്, പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു 360 ഡിഗ്രി ടേൺ വരാൻ എടുക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുക. ഈ പിച്ച് 3.4 നാനോമീറ്റർ ആണ്. ഓരോ പിച്ചിലും 10 ബേസ് പെയർ ഉണ്ട്. സ്വാഭാവികമായിട്ടും 2 ബേസ് പെയറിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 0.34 നാനോമീറ്റർ ആയിരിക്കും. സോ വിച്ച് ഈസ് കറക്റ്റ്? നോക്കൂ, അഡിനിൻ പെയേഴ്സ് വിത്ത് തൈമിൻ ത്രൂ 2 ഹൈഡ്രജൻ ബോണ്ട്സ്. ഇത് ശരിയല്ലേ? അഡിനിനും തൈമിനും കൂടെ 2 ഹൈഡ്രജൻ ബോണ്ടിന്റെ സഹായത്തോടെയാണ് പെയർ ചെയ്യപ്പെടുന്നത്. അടുത്ത 1 ടേൺ ഓഫ് DNA ഹെലിക്സ് ഓഫ് എ B ഫോം ഓഫ് DNA. എടാ, B DNA എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പഠിക്കുന്ന നോർമൽ DNA ആണ്. ഓക്കെ, നോർമൽ DNA ഫോം ആണ്. അതായത് ഇൻ സെൽസ്. ഓക്കെ, നമ്മുടെ സെൽസിൽ സാധാരണ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന DNA-യുടെ ഫോമിനെയാണ് B DNA പറയാം. പലതരത്തിലുള്ള DNA ഉണ്ട്. B DNA ഉണ്ട്, C DNA ഉണ്ട്, Z DNA, ഇതൊന്നുമില്ല. അത് DNA-യുടെ ഷേപ്പിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ ഓരോ പേരിട്ട് കൊടുത്ത് നമ്മൾ പഠിക്കണ്ട. B DNA എന്ന് കേട്ടാൽ നമ്മൾ സാധാരണ കാണുന്ന DNA കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ടേൺ എത്ര ഉണ്ടാവും? 3.4 നാനോമീറ്റർ. അതാണ് നമുക്കൊരു പിച്ച് എന്ന് പറഞ്ഞാൽ 3.4 നാനോമീറ്റർ ആയിരിക്കും. ഇനി നോക്കൂ, അടുത്തത് DNA-യുടെ ലെങ്ത് നമ്മൾ പലപ്പോഴും നമ്പർ ഓഫ് ബേസ് പെയർ അല്ലെങ്കിൽ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഒരു പക്ഷേ ചോദിച്ചേക്കാം ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആയിട്ട്, ലൈക്ക് എത്ര എണ്ണം ഉണ്ട്, എത്ര പെയർ ഉണ്ടെന്ന്. അപ്പോൾ ബാക്ടീരിയോഫേജ് 5174 അതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ്. അതുകൊണ്ട് 5386 ന്യൂക്ലിയോടൈഡ്. അപ്പോൾ നമ്മൾ അതിന്റെ ന്യൂക്ലിയോടൈഡിന്റെ എണ്ണം പറഞ്ഞു. എന്നാൽ ബാക്കിയുള്ളവരുടെ ഒക്കെ കേസിൽ നമ്മൾ സാധാരണ ലെങ്ത് പറയാം മീറ്ററിലും സെന്റിമീറ്ററിലും ഒന്നുമല്ല, എത്ര ബേസ് പെയർ ഉണ്ട് എന്നുള്ളതാണ്. ഇത് കാണാതെ പഠിക്കുക.
ഇനി ഇപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കാണാൻ പഠിക്കുക കേട്ടോ. ഇനി ഹ്യൂമൻ ഹാപ്ലോയിഡ് ഡി എൻ എയിൽ പറയുന്നത് 3.3 × 10⁻⁹ ബേസ് പെയർ ആണ്. ഈ ഹാപ്ലോയിഡ് ഡി എൻ എനെ നമ്മൾ ജീനോം എന്നും വിളിക്കും കേട്ടോ. അപ്പൊ ഹ്യൂമൻ ജീനോമിൽ എത്ര ബേസ് പെയർ ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? 3.3 × 10⁻⁹. ഇനി ഹ്യൂമൻ ഡിപ്ലോയിഡ് ചോദിച്ചാലോ? ഹ്യൂമൻ ഡിപ്ലോയിഡ് ചോദിച്ചാൽ മാറൂലേ, 6.6 × 10⁻⁹ ആവും. കാരണം എന്താ? ഇതിന്റെ ഇരട്ടിയാവും അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് പാക്കേജിങ് ഓഫ് ഡി എൻ എ. നമ്മുടെ ഡി എൻ എ ന്യൂക്ലിയസിൽ നമ്മുടെ ഡി എൻ എ നമ്മുടെ ന്യൂക്ലിയസ് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ എന്തോ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെയാ കാണുക. ഇത് ആക്ച്വലി നമ്മുടെ ഡി എൻ എയും ചില പ്രോട്ടീനുകളും ഒക്കെ കൂടി ഒന്നിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ക്രൊമാറ്റിൻ എന്നാണ് വിളിക്കുക. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ക്രൊമാറ്റിൻ. ഓക്കെ, ഈ ക്രൊമാറ്റിന്റെ ചില ഭാഗങ്ങൾ നല്ല ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്ത ഭാഗം കാണാം. ദാറ്റ് ഈസ് കോൾഡ് ഹെറ്റീറോക്രൊമാറ്റിൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? ഹെറ്റീറോക്രൊമാറ്റിൻ. അപ്പൊ ഹെറ്റീറോക്രൊമാറ്റിൻ ഡെൻസ്ലി പാക്ഡ് ക്രൊമാറ്റിന്റെ ഭാഗങ്ങളാണ്. ഈ ചില ഭാഗങ്ങൾ ലൂസ്ലി പാക്ഡ് ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? യൂക്രൊമാറ്റിൻ എന്ന് വിളിക്കും അല്ലെ? ലൂസ്ലി പാക്ഡ് ക്രൊമാറ്റിൻ. നോക്കടാ, ഇത് നല്ല ഡാർക്ക് ആയിട്ടാണ് കളർ ഉണ്ടാവുക. നമ്മൾ ന്യൂക്ലിയസിൽ നോക്കുമ്പോൾ ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിരിക്കും, ഡാർക്ക് കളർഡ് ആയിരിക്കും. എന്നാൽ ഇത് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് നമുക്ക് കാണാം, ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആകാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? യൂക്രൊമാറ്റിനിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നന്നായിട്ട് നടക്കുക. സോ ദിസ് ഈസ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. ഇതെന്താണ്? ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണ്. ഇതിന് ഹെറ്റീറോക്രൊമാറ്റിനോ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആണ്. ഇനി നോക്ക്, നമ്മുടെ ഈ ക്രൊമാറ്റിൻ ഉണ്ടല്ലോ, ഇതിന് നമ്മൾ നല്ലൊരു മൈക്രോസ്കോപ്പ്, ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ബീഡ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ ആയിട്ടാ. അപ്പൊ ഈ ബീഡ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ എന്താന്ന് ചോദിച്ചാൽ ശരിക്കും ഡി എൻ എ ഹിസ്റ്റോൺ ഒക്ടാമറുകൾക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് കിടക്കുന്നതിനാണ് എന്ത് വിളിക്കുക? ഹിസ്റ്റോൺ ഒക്ടാമറുകൾക്ക് ചുറ്റും ചുറ്റി വരിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതാണ് ശരിക്കും ഹിസ്റ്റോൺ ഒക്ടാമർ അല്ല കേട്ടോ ബീഡ് ഓൺ സ്ട്രിങ്. നമ്മൾ ഈ ബീഡുകൾ ഉണ്ടല്ലോ, ബീഡ് ഓൺ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു നൂലില് ബീഡ് മുത്ത് കോർത്തിട്ട പോലെ കാണാം. ഈ ഓരോ മുത്തുകളും ആക്ച്വലി ന്യൂക്ലിയോസോമാണ്. ഓരോ മുത്തുകളും എന്താണ്? ന്യൂക്ലിയോസോമുകളാണ്. സോ ഈ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ന്യൂക്ലിയസിലുള്ള ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു സാധനമുണ്ട്. കുറെ പ്രോട്ടീനുകൾ കൂടി ചേർന്നുണ്ടായ ഒരു സിംഗിൾ സാധനമാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഇത്തരത്തിലുള്ള കുറെ ഹിസ്റ്റോൺ ഒക്ടാമറുകൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഹിസ്റ്റോൺ ഒക്ടാമറുകൾ നമ്മുടെ ന്യൂക്ലിയസിലുണ്ട്. ആ ഓരോ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ ചുറ്റും ഡി എൻ എ ഇങ്ങനെ റാപ്പ് ചെയ്ത് കിടക്കുന്നതാണ് ആക്ച്വലി നമ്മൾ ഈ കാണുന്ന ഓരോ ബീഡുകളും. ആ ബീഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണിത് ന്യൂക്ലിയോസോം. എന്താ വിളിക്കുക കുട്ടികളെ? ന്യൂക്ലിയോസോം. സോ ഡി എൻ എ റാപ്പിഡ് അറൌണ്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ടു ഫോം ന്യൂക്ലിയോസോം. ഇനി ഇതിന്റെ അടുത്ത് തന്നെ ഹിസ്റ്റോൺ H1 എന്ന് പറഞ്ഞ മറ്റൊരു പ്രോട്ടീൻ കൂടെ കാണാം, അതിന്റെ അടുത്ത് ഉണ്ട് എന്നുള്ളൂ. ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ ഡി എൻ എ റാപ്പിഡ് അറൌണ്ട് ഹിസ്റ്റോൺ ഒക്ടാമർ. ഓക്കെ, ഇനി ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ഉണ്ടാക്കിയിട്ടുള്ള കുറെ കോടിക്കണക്കിന് ഹിസ്റ്റോൺ ഒക്ടാമർ നമ്മുടെ ന്യൂക്ലിയസിൽ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഒരുപാട് ബീഡുകൾ കാണാൻ പറ്റും അല്ലെ? ദാറ്റ്സ് ഇറ്റ്. ഇനി ശ്രദ്ധിക്കും, ഹിസ്റ്റോൺ ഒക്ടാമറിന് ഉണ്ടാക്കിയിട്ടുള്ളത് ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ? ഹിസ്റ്റോൺ പ്രോട്ടീൻ കേട്ടോ, ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ കൊണ്ടാണ് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഹിസ്റ്റോൺ പ്രോട്ടീൻ, പലതരത്തിലുള്ള ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്. ഹിസ്റ്റോൺ പ്രോട്ടീന്റെ പ്രത്യേകത ബേസിക് ആണ്, അവർ ആൽക്കലി സ്വഭാവമുള്ള പ്രോട്ടീൻസ് ആണ്. ആൻഡ് ഓൾസോ പോസിറ്റീവ്ലി ചാർജ്, ഇവരെന്താണ്? പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ബേസിക് പ്രോട്ടീൻസ് ആണ്. ഇതുകൊണ്ടാണ് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ ഒക്ടാമറിലും H2A, H2B, H3, H4 ഇങ്ങനെ 4 ഒക്ടാമർ ഇൻറ്റു 2, അങ്ങനെ ഈ 4 2 കോപ്പികൾ വീതം ഉണ്ടാവും. അപ്പൊ ടോട്ടൽ 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടാണ് ഒക്ടാമർ രൂപപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. What are the structures called that give an appearance of bead on string? നമുക്ക് ഇതൊരു PYQ, നീറ്റ് PYQ ആണ് കുട്ടികളെ. ഏതാണ് കുട്ടികളെ? ന്യൂക്ലിയോസോം അല്ലെ? അടുത്തത് an octamer of 4 histone. 4 histones ഉദ്ദേശിച്ചത് എന്താണ് കുട്ടികളെ? ആക്ച്വലി 4 × 2, ആ 4 H2A, H2B, H3, H4. ആ പേര് പഠിക്കണമെന്നില്ല, അതിന്റെ എല്ലാം 2 കോപ്പീസ് വരും. അങ്ങനെ അവരെല്ലാം കൂടി ഡി എൻ എയുമായിട്ട് കോംപ്ലക്സ് ആയിട്ട് ഡി എൻ എ ചുറ്റും ചുറ്റി ആ ഒരു കോംപ്ലക്സിനെ നമ്മൾ എന്തായിരിക്കും വിളിക്കുക? ന്യൂക്ലിയോസോം. ആ കോംപ്ലക്സിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോസോം. സെറ്റ് ആണല്ലോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസിൽ ഇങ്ങനെ ക്രൊമാറ്റിൻ രൂപത്തിൽ കിടക്കാനാണ്, ഇങ്ങനെ ലൈക്ക് വെറുതെ കിടക്കുന്ന രൂപത്തിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ഒരു സെല്ലിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ കാണുക. എന്നാൽ ഡ്യൂറിങ് സെൽ ഡിവിഷന്റെ സമയത്ത് എന്താവുക? ഈ ഡി എൻ എ വീണ്ടും ചുറ്റിപ്പണഞ്ഞ് ഈ ഡി എൻ എകൾ എന്തായിട്ട് മാറും? ഈ ഡി എൻ എ എന്തായിട്ട് മാറും? ക്രോമസോം രൂപത്തിലേക്ക് മാറൂലേ? ഇങ്ങനെ ക്രോമസോം ഉണ്ടാവണമെങ്കിൽ അതിന് ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ മാത്രം പോരാ, പുതിയൊരു സെറ്റ് ഓഫ് പ്രോട്ടീനുകൾ കൂടെ സഹായം വേണം. അവരാണ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്. ഓക്കെ, അപ്പൊ ഡി എൻ എ നോക്കൂ, ക്രൊമാറ്റിൻ രൂപത്തിൽ കിടക്കാൻ ഹിസ്റ്റോൺ പ്രോട്ടീനുകളുടെ സഹായമാണ് വേണ്ടത്. എന്നാൽ ഡി എൻ എ ക്രോമസോം രൂപത്തിൽ കിടക്കണമെങ്കിൽ ഹിസ്റ്റോണുകളുടെ സഹായം വേണം, പ്ലസ് NHC പ്രോട്ടീനുകളുടെ കൂടെ സഹായം വേണം. ഹിസ്റ്റോണും വേണം,
പ്ലസ് NHC പ്രോട്ടീനുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ DNA നമുക്ക് എന്ത് രൂപത്തിലാക്കാൻ പറ്റുള്ളൂ? ക്രോമസോം രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ സെൽ ഡിവിഷന്റെ സമയത്ത്. അപ്പൊ നിങ്ങളോട് ചോദ്യം വരാം. ഇനി അടുത്താണ് സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ അല്ലെ. 3 എക്സ്പെരിമെന്റുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആദ്യത്തത് ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് ആണ്. ഗ്രിഫിത്ത് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന് ആരെ യൂസ് ചെയ്തത്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ബാക്ടീരിയയാണ് യൂസ് ചെയ്തത്. രണ്ടാമത്തത് ബയോ കെമിക്കൽ ക്യാരക്ടറൈസേഷൻ, അതായത് ഗ്രിഫിത്ത് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് എന്താ നടത്തിയത് കുട്ടികളെ? ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ കണ്ടെത്തിയത് അല്ലെ. ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റാണ് നടത്തിയത്. എന്നാൽ ആ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന്റെ, അതായത് ഗ്രിഫിത്ത് കണ്ടെത്തിയ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കാര്യം. ആ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന്റെ ബയോ കെമിക്കൽ നാച്ചർ എന്താണ് എന്നറിയാൻ വേണ്ടി പരീക്ഷണം നടത്തിയ ആൾക്കാർ ആരൊക്കെയാ? ഓസ്വാൾഡ് ആവറി, കോളിൻ മാക്ലിയോഡ്, മാക്ലിൻ മെക്കാർട്ടി അല്ലെ. അപ്പൊ ഏറ്റവും മിനിമം ഇവരുടെ പേരെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം, മാക്ലിയോഡ്, മെക്കാർട്ടി ആൻഡ് ആവറി കേട്ടോ. ഇനി അവസാനത്തതായിരുന്നു ഹെർഷേ ചേസ് എക്സ്പെരിമെന്റ് അല്ലെ. ഹെർഷേ ചേസ് എക്സ്പെരിമെന്റ്, ഇതാണ് ശാസ്ത്രലോകം പൂർണ്ണമായിട്ട് അംഗീകരിച്ച എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ശാസ്ത്രലോകം പൂർണ്ണമായിട്ട് അംഗീകരിച്ച ഏതായിരുന്നു? ഹെർഷേ ചേസ് എക്സ്പെരിമെന്റ് ആയിരുന്നു. നോക്കൂ, ഇതാണ് ഫൈനൽ പ്രൂഫ്, ഫൈനൽ അൺഇക്യുവോക്കൽ പ്രൂഫ്, അതായത് ആർക്കും പകരം വെക്കാനില്ലാത്ത പ്രൂഫ്. അതായത് ഇതിന് പകരം വേറൊന്നുമില്ല, അതായത് അത്ര കൃത്യമാണ്. നമ്മൾ പറയല്ലേ പകരക്കാരനില്ലാത്ത അമരക്കാരൻ എന്നൊക്കെ രാഷ്ട്രീയക്കാരെ പറ്റി പറയാറുണ്ട്. ജസ്റ്റ് ലൈക്ക് അൺഇക്യുവോക്കൽ പ്രൂഫ്, വേറൊരു പകരവും വെക്കാനില്ലാത്ത അത്ര അടിപൊളിയായിട്ടുള്ള ഒരു പ്രൂഫ് നൽകിയത് അവസാനത്തത് ഹെർഷേയും ചേസുമാണ്. അവർ ബാക്ടീരിയോഫേജിനെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ എക്സ്പെരിമെന്റ് നടത്തിയത്. അവരുടെ എക്സ്പെരിമെന്റിന്റെ 3 സ്റ്റെപ്പ് ആയിരുന്നു: ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ് ആൻഡ് സെൻട്രിഫ്യൂഗേഷൻ അല്ലെ. ഈ എക്സ്പെരിമെന്റ് ചോദിക്കാൻ അസച്ച് ഭയങ്കരമായിട്ട് ഡെപ്തിൽ ചോദ്യം ഇവിടുന്ന് വന്നിട്ടില്ല, ബട്ട് ദേ മേ ആസ്ക്. ഓക്കെ, ഏതായാലും നോക്കൂ, DNA has genetic properties was revealed for the first time by, this is also a PYQ. ഇത് ആരാണ് കുട്ടികൾ ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടിയത്? ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിൽ നിന്നാണ് അല്ലെ. ഓപ്ഷൻ ബി, ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിൽ നിന്നാണ്. അടുത്തത് ദ ഫൈനൽ പ്രൂഫ്. ലുക്ക്, ദ ഫൈനൽ പ്രൂഫ് ഫോർ DNA as genetic material came from the experiment of. ഫൈനൽ പ്രൂഫ് എവിടുന്ന? ഹെർഷേ ആൻഡ് ചേസ്. ദിസ് ഈസ് ഓൾസോ PYQ. ഹെർഷേ ആൻഡ് ചേസ് അല്ലെ. അടുത്തത് ട്രാൻസ്ഫോർമേഷൻ വാസ് ഡിസ്കവേർഡ് ബൈ ആരെ മക്കളെ? ഗ്രിഫിത്ത് ആണല്ലേ ട്രാൻസ്ഫോർമേഷൻ ഡിസ്കവർ ചെയ്തത്. അടുത്തത് DNA വേഴ്സസ് RNA. നോക്കൂ, ലുക്ക്, DNAയും RNAയും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ വിച്ച് വൺ ഇസ് ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ? അതറിയണമെങ്കിൽ നമ്മളൊരു ജനറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ നോക്കണം. ഇവിടുന്നും PYQ ക്വസ്റ്റ്യൻ വന്നുള്ള കാര്യമാണ്. ഒരു മോളിക്യൂൾ, PYQ വന്നിട്ടുള്ള പോർഷനാണ്. ഒരു മോളിക്യൂൾ 2016 ചോദ്യം വന്നത്. ഒരു മോളിക്യൂൾ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒന്ന്, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് റെപ്ലിക്ക, അയാൾക്ക് റെപ്ലിക്കേഷൻ നടക്കാൻ പറ്റണം. 2, അയാൾ കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ ആയിരിക്കണം. 3, അയാൾക്ക് ചെറിയ ചേഞ്ച് ഒക്കെ എന്നാലും നടക്കണം. ദാറ്റ് നീഡഡ് ഫോർ എവല്യൂഷൻ അല്ലെ. ചെറിയ മ്യൂട്ടേഷൻ ഒക്കെ നടക്കണം, എന്നാലേ എവല്യൂഷൻ ഉണ്ടാവുള്ളൂ. അടുത്തത്, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് മെന്റേലിയൻ ക്യാരക്ടർ, അതായത് ജനറ്റിക് മെറ്റീരിയലിന് ക്യാരക്ടറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ശരിയല്ലേ? മെറ്റീരിയലിന് ക്യാരക്ടറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമ്പോഴല്ലേ ജനറ്റിക് മെറ്റീരിയൽ എന്ന് വിളിക്കുള്ളൂ അല്ലെ. കാരണം ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ആളല്ലേ അയാൾ. അപ്പൊ ഇതില് DNA ആണ് ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. അതിന്റെ കാരണം DNA ഈസ് മോർ സ്റ്റേബിൾ ദാൻ RNA. DNA ഈസ് മോർ സ്റ്റേബിൾ ദാൻ RNA, സോ DNA ഈസ് ദ ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. ക്ലിയർ ആണല്ലോ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നമുക്ക് DNAക്ക് നേരിട്ട് ക്യാരക്ടറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? എപ്പോഴാണ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുക? പ്രോട്ടീൻ ഉണ്ടാകുമ്പോഴാണ്. ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ DNAയിൽ നിന്ന് ആദ്യം RNA ഉണ്ടാവണം, RNAയിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നത്. അപ്പൊ ക്യാരക്ടർ എക്സ്പ്രഷൻ DNAക്ക് നേരിട്ട് പറ്റൂല, പകരം DNA is dependent on RNA for expression of characters. ക്യാരക്ടേഴ്സിന്റെ എക്സ്പ്രഷൻ DNA ആരുടെ പുറത്ത് ഡിപ്പെൻഡന്റ് ആണ്? RNAയുടെ പുറത്ത്. ഓക്കെ, സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു RNA? RNAക്ക് അപ്ലിക്കബിൾ അല്ലാത്തത് ഏതെന്നാ ചോദ്യം. ഓക്കെ, ഹെട്രോസൈക്ലിക് നൈട്രോജനസ് ബേസ്, നൈട്രോജൻ ബേസ് രണ്ടിലുണ്ട്. കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് RNAയിൽ സാധാരണ ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് കോംപ്ലിമെന്ററി ബേസ് പെയറിംഗിലൂടെ ട്രാൻസ്ക്രിപ്ഷന്റെ പല കാര്യങ്ങളും സാധ്യമാക്കുന്നുണ്ട്. ട്രാൻസ്ലേഷന്റെ സമയത്ത് tRNA mRNAയുമായിട്ട് ബേസ് പെയറിംഗ്, കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഫോസ്ഫോറിൽ ഗ്രൂപ്പ്, അതായത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതുമുണ്ട്. അപ്പൊ ഏത് അപ്ലിക്കബിൾ? തീരെ അല്ലാത്തത് ചെർഗാഫ് റൂൾ. കാരണം ചെർഗാഫ് റൂൾ തന്നെ കംപ്ലീറ്റ്ലി ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി. ഇനി സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി, ഇതെന്താ നമുക്ക് അറിയുന്ന കാര്യം. ആരാ പ്രപ്പോസ് ചെയ്ത കുട്ടികളെ? ഫ്രാൻസിസ് ക്രിക്ക് ആണ് സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്തത്. ദാറ്റ് ഈസ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോ ഇൻ ദ ഡയറക്ഷൻ DNAയിൽ നിന്ന് RNA ഉണ്ടാകും, ദെൻ RNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവും അല്ലെ. DNAയിൽ നിന്ന് RNA, RNAയിൽ നിന്ന് പ്രോട്ടീൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് കുട്ടികളെ? ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്ന് വിളിച്ചത്. ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ, ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ്
ട്രാൻസ്ലേഷൻ അല്ലെ. അതിന് മുമ്പ് DNA റെപ്ലിക്കേഷൻ നടന്നിട്ടാണ് DNA ഉണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ലുക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോളോ സെൻട്രൽ ഡോഗ്മ. അതായത് DNA നിന്ന് സാധാരണ RNA ഉണ്ടാവുക ചെയ്യും, പക്ഷെ RNA നിന്ന് DNA ഉണ്ടാക്കുന്ന ആളുണ്ട്. അതാരാ? HIV ആണ് അല്ലെ. HIV ആണ് അത് ഉണ്ടാക്കുന്ന ആള്. അടുത്തത്, ഏത് എൻസൈം ഉപയോഗിച്ചിട്ടാണ് ഈ പരിപാടി നടക്കുക? ഓക്കെ, ദാറ്റ് ഈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഇതൊക്കെ PYQ ആണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിന്റെ സഹായത്തോടെയാണ് ഈ പരിപാടി നടക്കുക അല്ലെ. അടുത്തത്, DNA റെപ്ലിക്കേഷൻ എങ്ങനെയാണ് നടക്കുക? സെമി കൺസർവേറ്റീവ് ആയിട്ടാണ്. ഓക്കെ, ഈ സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് റെപ്ലിക്കേഷൻ നടക്കുക. നമുക്ക് പറയുന്നത് വാട്സണും ക്രിക്കും ആണ്. എന്താ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ? DNA റെപ്ലിക്കേഷന്റെ സമയത്ത് ഒരു ഡബിൾ സ്ട്രാൻഡ് DNAയുടെ 2 സ്ട്രാൻഡുകൾ സെപ്പറേറ്റ് ആവുന്നു. എന്നിട്ട് ആ ഒരു സ്ട്രാൻഡ്, ഓരോ സ്ട്രാൻഡുകളെയും ബേസ് ചെയ്തുകൊണ്ടാണ് പുതിയ സ്ട്രാൻഡ് രൂപപ്പെടുന്നത്. സോ റെപ്ലിക്കേഷന് ശേഷം നമുക്ക് 2 DNA കിട്ടുമ്പോൾ അതിൽ ഓരോ DNAക്കും ഒരു പാരന്റൽ സ്ട്രാൻഡ് ഉണ്ടാവും, ഒരു ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് ഉണ്ടാവും. അതാണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫ്, ആദ്യമായിട്ട് ഇത് എക്സ്പെരിമെന്റൽ പ്രൂഫ് നമുക്ക് കിട്ടുന്നത് ബാക്ടീരിയയിൽ നടന്ന ഒരു എക്സ്പെരിമെന്റിലാണ്. മെസൽസണും സ്റ്റോളും 1958 അല്ലെ. അവർ ഏത് ബാക്ടീരിയനെ എടുത്തത്? ഈ കോളൈ ബാക്ടീരിയനെയാണ് എടുത്തത്. ആദ്യം അതിനെ ഒരു ഹെവി നൈട്രജൻ ഉള്ള NH4Cl, അതിൽ നൈട്രജൻ ഹെവിയാണ്, ആ മീഡിയത്തിൽ വളർത്തി. അപ്പൊ DNA ഹെവി DNA ആയി. ഹെവി ഫേജിനെ നോർമൽ നൈട്രജൻ ഉള്ള മീഡിയത്തിലേക്ക് മാറ്റി. ഒരു ജനറേഷൻ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ മിക്സ്ഡ് ഡെൻസിറ്റി ഉള്ള DNA അല്ലെ, ഹൈബ്രിഡ് ഡെൻസിറ്റി DNA ആണ് കിട്ടിയത്. എന്നാൽ ഇതിന് ഒരു ജനറേഷൻ കൂടി കഴിഞ്ഞപ്പോൾ ഹൈബ്രിഡ് DNA 2 ദെൻ ലൈറ്റ് DNA 2 അല്ലെ. അപ്പൊ ലൈറ്റിന്റെയും ഹൈബ്രിഡിന്റെയും ക്വാണ്ടിറ്റി, കോൺസെൻട്രേഷൻ സെയിം ആയിരുന്നു ആഫ്റ്റർ 2 ജനറേഷൻ. ഈ ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് പുള്ളിക്ക് മനസ്സിലായത്. ഓക്കെ, അതിന്റെ ഫർദർ ഡീറ്റെയിലേക്ക് ഞാൻ ഭയങ്കരമായിട്ട് പോകുന്നില്ല. നിങ്ങൾ ആ എക്സ്പെരിമെന്റ് ഏകദേശം സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അല്ലെ. നോക്ക്, ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട പോയിന്റ്സിലൂടെയാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അവിടുന്ന് ചോദ്യം വന്നിട്ടുള്ള രീതിയിൽ. നൗ ലുക്ക്, 1958 തന്നെ ടൈലറും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളും വിസിയ ഫാബ എന്ന് പറയുന്ന ചെടിയിൽ റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ ഉപയോഗിച്ചുകൊണ്ട് ഇതേ പരീക്ഷണം നടത്തി. പുള്ളിക്കും മനസ്സിലായത് DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് വിസിയ ഫാബയിലെ ക്രോമസോമുകളിലൊക്കെ DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആയിട്ടാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഫാബ ബീൻസ് എന്ന് പറയും ചെടിയാണ് അത് കണ്ടെത്തി. അപ്പൊ ആദ്യം ഇത് കണ്ടെത്തുന്നത് ഈക്കോളൈ ബാക്ടീരിയയിലാണ്. അവിടെ ഉപയോഗിച്ചത് ഹെവി നൈട്രജൻ ആണ്. ആ നൈട്രജന് വേണ്ടിയിട്ട്, നൈട്രജൻ കിട്ടാൻ നൈട്രജനായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അതിന്റെ ഒരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്തത് NH4Cl ആണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, എന്നാൽ ഇവിടെ യൂസ് ചെയ്തത് എന്താണ്? റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ ആണ്. സോ ദ എക്സ്പെരിമെന്റൽ പ്രൂഫ് ഫോർ സെമി കൺസർവേറ്റീവ് വാസ് ഫസ്റ്റ് ഷോൺ ഇൻ. ഫസ്റ്റ് എവിടെ ഷോ ചെയ്ത്? ബാക്ടീരിയത്തിലാണ് അല്ലെ. Yes or no? That's it. Messelson stall അല്ലെ. Which particular process used by Messelson and Stall in their experiment. അവർ ഇതിൽ ശരിക്കും ഹെവി DNA ഉണ്ട്, ലൈറ്റ് DNA ഒക്കെ ഉണ്ട് അല്ലെ. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്തത് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. എന്താണ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ? നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് റെപ്ലിക്കേഷൻ പ്രോസസ്. അതായത് എക്സാക്ട്ലി ഹൗ റെപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ്. നോക്കൂ, ഒരു സ്പെസിഫിക് സീക്വൻസ് ഉണ്ടാവും DNA, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അവിടുന്ന് മാത്രമാണ് റെപ്ലിക്കേഷൻ തുടങ്ങുക. ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെ ആ ഭാഗത്ത് DNA ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, വേറെയും ചില എൻസൈമുകളുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ഇത് പഠിച്ചോ. ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇവിടെ കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും പ്രീ റെപ്ലിക്കേഷൻ കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അതൊന്നും നമുക്കിപ്പോൾ വേണ്ട. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ മാത്രം റെപ്ലിക്കേഷൻ തുടങ്ങുക. അവിടെ ഹെലിക്കേസ് അടക്കമുള്ള ചില എൻസൈം ഒന്ന് ആക്ട് ചെയ്യുമ്പോൾ DNA ഒക്കെ അൺവൈൻഡിങ് നടക്കും, ഓപ്പൺ ആവും. ദിസ് ഈസ് കോൾഡ് റെപ്ലിക്കേഷൻ ബബിൾ. നമ്മൾ ഒരു റെപ്ലിക്കേഷൻ ബബിളിന്റെ ഒരു പകുതി, നമുക്കൊരു റെപ്ലിക്കേഷൻ ബബിളിന്റെ പകുതി എടുക്കാം. ഒരു റെപ്ലിക്കേഷൻ ബബിളിന്റെ പകുതിയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കുന്നത്. ഒരു റെപ്ലിക്കേഷൻ ബബിൾ എടുക്കുക, അതിന്റെ പകുതി എടുത്താൽ ദാറ്റ് ഈസ് റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പൊ നമ്മൾ ഇനി റെപ്ലിക്കേഷൻ ഫോർക്കിനെ കൺസിഡർ ചെയ്യാം. റെപ്ലിക്കേഷൻ ഫോർക്കിലെ ഒരു സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് റെപ്ലിക്കേഷൻ നടക്കുക. അതിന്റെ കാരണം എന്താ? നമ്മുടെ മെയിൻ എൻസൈം DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് ആണ്. അയാൾക്ക് 5' to 3' ഡയറക്ഷനിൽ മാത്രമേ റെപ്ലിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഫോർക്കിന്റെ ഉള്ളിലേക്ക് ടുവാർഡ്സ് ദ ഫോർക്ക് കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ നടക്കും. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ലീഡിങ് സ്ട്രാൻഡ് എന്നാ വിളിക്കുക അല്ലെ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറെ കഷ്ണങ്ങളാണ് ഉണ്ടാവുക. കാരണം ഇവിടെ 5' ആയതുകൊണ്ട് 3' ചെറിയ കഷ്ണങ്ങളാക്കി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ കഷ്ണങ്ങൾ നമ്മൾ എന്താ വിളിക്കുക? ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ് അല്ലെ. ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ് നമ്മൾ ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാ വിളിക്കുക. ഇനി ഈ സ്ട്രാൻഡിന്റെ മൊത്തത്തിൽ നമ്മൾ എന്താ വിളിക്കുക? ലാഗിങ് സ്ട്രാൻഡ്. ഒന്ന് ലീഡിങ് സ്ട്രാൻഡ് ആണെങ്കിൽ ഇത് ലാഗിങ് സ്ട്രാൻഡ് അല്ലെ. ലാഗിങ് സ്ട്രാൻഡ്. ഇത് നോക്ക്, ഇത് റെപ്ലിക്കേഷൻ ഫോർക്കിന്റെ ടുവാർഡ്സ് ആണ് ഉണ്ടായി വരുന്നതല്ല,
ദിസ് ഈസ് ഫോംഡ് എവേ ഫ്രം റെപ്ലിക്കേഷൻ ഫോർക്ക്. റെപ്ലിക്കേഷൻ ഫോർക്കിൽ നിന്ന് എവേ ആയിട്ടാണ് അവർ ഉണ്ടാവുന്നത്. ഇനി യു കാരിയോട്ടിൽ റെപ്ലിക്കേഷൻ ഏത് ഫേസ് ഓഫ് സെൽ സൈക്കിളിലാണ് നടക്കുക? എസ് ഫേസ് ഓഫ് സെൽ സൈക്കിളിലാണ് നടക്കുക. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി DNA റെപ്ലിക്കേഷൻ നടന്നു, പക്ഷെ എന്നിട്ട് സെൽ ഡിവിഷൻ നടന്നില്ലെങ്കിലോ ദാറ്റ് ലീഡ് ടു പോളിപ്ലോയിഡി, അതായത് ക്രോമസോം നമ്പർ ഇരട്ടിക്കാൻ കാരണമാവും. DNA റെപ്ലിക്കേഷൻ നടന്നു, പക്ഷെ സെല്ല് ഡിവൈഡ് ചെയ്തില്ല, അപ്പോൾ ക്രോമസോം നമ്പർ ഇരട്ടിയാവാൻ കാരണമാകും. ഓക്കെ, that's the important part. ഇനി മെത്തേഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ വിച്ച് 2 strands separated act as template. ഏതാ കുട്ടികളെ? സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ അല്ലേ? ഓപ്ഷൻ സി, സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ആണ്. DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആൻഡ് സെമി ഡിസ്കണ്ടിന്യൂസ്. എന്താ? ഒരിടത്ത് കണ്ടിന്യൂസ്, മറ്റേടത്ത് ഡിസ്കണ്ടിന്യൂസ്. സെമി കൺസർവേറ്റീവ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം. അടുത്ത് എൻസൈം ദാറ്റ് ഫെസിലിറ്റേറ്റ് ഓപ്പണിംഗ് ഓഫ് DNA ഹെലിക്സ്. ആരുടെ? DNA ഹെലിക്കേസ്. അപ്പൊ DNA ഹെലിക്കേസ് ഇതിനെ ഓപ്പൺ ചെയ്യും. ദെൻ DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് ഈ DNA ചെയിൻ ഉണ്ടാക്കും അല്ലെ, ഇൻ 5-3' ഡയറക്ഷൻ. ആ ഡയറക്ഷനിൽ മാത്രമേ അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അയാൾ 5-3' മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇനി വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലൈഗേസ്? ജോയിനിങ് ഓഫ് ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആളാണ് ആര്? ലൈഗേസ്. സെറ്റ് ആണല്ലോ മക്കളെ.